നമ്മളിപ്പോൾ കരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. അപ്പം റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പൊറോട്ട ഓർഡർ ചെയ്തു, പിന്നെ മീൽസും ബിരിയാണിയൊക്കെ ഉണ്ട്. ബിരിയാണി കഴിച്ചാൽ ക്ഷീണമാവും, കുറച്ച് വേണ്ടല്ലോ. അപ്പം 2 പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്, പൊറോട്ടയും മീൻകറിയും മുട്ടക്കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ആശ്വാസത്തിൽ ഓക്കെ, നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. 7 അപ്പ് ഉണ്ടോ? ഒരു 7 അപ്പ് ഉണ്ടോ മീനോടെ? ഒരു 7 അപ്പ് എടുത്തോളൂ, 500 കേട്ടോ. കൊള്ളാം, നല്ല കറി. എനിക്ക് കേരക്കറി മതിയായിരുന്നു. കേരക്കറി എനിക്കാണേ. ഓക്കെ, കഴിച്ചു. ഞാൻ ഗ്രേവി 2 ടേസ്റ്റ് മീനിക്ക് എടുത്തോ, ഞാൻ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുട്ടക്കറി തുടരുത്. അല്ല, ടേസ്റ്റ് നോക്കട്ടെ, റിവ്യൂ പറയണ്ടേ. അത് മതി, വേണ്ട കുഴപ്പമില്ല. പൊട്ടിച്ചോളൂ. ഓക്കെ ശരി. ഓക്കെ ശരി, താങ്ക്സ്. അത് ഈ കേരക്കറിയും കണ്ട് നോക്കാം. നാടൻ കറിയാണെന്നാണ് പറഞ്ഞത്. കൊള്ളാം, കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. കൊള്ളാം, നല്ല കറി. കേരക്കറി ഫിഷിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ? ചെറിയ കഷ്ണം എടുത്തു, ചെറുതേ എടുക്കുള്ളൂ. മതി. അയ്യോ പൊളി. ഇനി മുട്ടക്കറി. മുട്ടക്കറിക്ക് കുറച്ച് ഉള്ളിയുടെ ഒരു മധുരമുണ്ട്. സാധാ മുട്ടക്കറി, കരക്കറി നൈസാണ്. പിന്നെ 7 അപ്പ് നമ്മൾ വാങ്ങിയത് വെള്ളം കുടിക്കാൻ ധൈര്യമായിട്ടാണ്. കാരണം അറിയാലോ, ഇപ്പോൾ കോഴിക്കോട് എറണാകുളത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞപ്പിത്തം സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളം കുടിക്കാൻ ധൈര്യമില്ല. പച്ചവെള്ളം അല്ല, ഹോട്ടലിൽ കയറിയിട്ട് വെള്ളം കുടിക്കാൻ ധൈര്യമില്ല. നമ്മൾ വണ്ടിയിലാണെങ്കിലും ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കടുകിടാറില്ലല്ലോ. ഇത് കടുകിട്ട കറിയാം, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ അറിയാണ്ട്. കൊള്ളാം, കടുകുണ്ടോ? കൊള്ളാം, നല്ല ടേസ്റ്റ്. മുട്ടക്കറിനേക്കാളും എത്രയോ ബെറ്ററാണ്. ഭക്ഷണത്തിനിടയിൽ അല്പം രാഷ്ട്രീയം. റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കാം ലൈവ്. ഒരു ചിക്കൻ ഫ്രൈ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഇല്ലാതെ എന്താ ആഘോഷം? ബീഫ് ഏതായാലും വേണ്ടാന്ന് വെച്ചു. കൊള്ളാം, നൈസ്. ഈ മുട്ടക്കറി ഓർഡർ ചെയ്ത ആളെ പ്ലേറ്റിലേക്ക് ഒന്ന് നോക്കാം. അവിടെ കാണുന്ന മീനാണ്. മീൻകറി ഓർഡർ ചെയ്ത ആളെ പ്ലേറ്റിൽ മുട്ടയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്ത് പാവല്ലേ, ഞാൻ ജീവിച്ചു പോട്ടെ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി ഇടുക്കി ഡാം കാണാൻ പോവാണ്. ഇടുക്കി ഡാം ആർച്ച് ഡാമിലേക്കാണ്. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ടില്ലേ, ഫൈനൽ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീനിൽ, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററാണുള്ളത്. ഇടുക്കി ഡാമും അതുപോലെ തന്നെ ചെറുതോണി ഡാമും കാണണമെന്നാണ് ഇന്നത്തെ പ്ലാന്. അത് കഴിഞ്ഞിട്ട് മിക്കവാറും റൂമിൽ വന്നൊന്ന് റെസ്റ്റ് എടുത്തൊന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഫങ്ഷന് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ. അതിൽ കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ടോ? കൂടിക്കുക, കൂടുക. നമ്മൾ പുറത്തോടെ നടന്നപ്പോൾ ബോഡി അതിന് ഇതായതാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്, ചൂടുണ്ട് കേട്ടോ. നേരത്തെ ഞങ്ങൾ ഒരു 11 മണിക്ക് ആകുന്ന സമയത്ത് 27 ഡിഗ്രി ആയിരുന്നു പുറത്ത്, ഇപ്പോൾ 30 ഡിഗ്രി പുറത്ത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രാവിലെ രാത്രി എന്താണ് അവസ്ഥ എന്ന് അറിയണം. നല്ല നല്ല ഭംഗിയുണ്ട് ആ മലയൊക്കെ കാണാൻ അല്ലേ. പക്ഷെ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചാലും ചൂടുണ്ട് കേട്ടോ. ചൂട് ഇപ്പം കേരളത്തിൽ എവിടെ അല്ലാത്തത്. അല്ല, രാത്രിയും രാവിലെ എന്തായാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. കോടയൊക്കെ നന്നായിട്ടുണ്ടാവാൻ ചാൻസ് കാണുന്നുണ്ട്. കാരണം ഫുള്ളും മലകളല്ലേ, അപ്പോൾ എന്തായാലും കോടയൊക്കെ ഉണ്ടാവും. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ നോക്കിയാലും പുല്ലുണ്ട്, പക്ഷേ ഈ പുല്ലുമലൊക്കെ പൂവുണ്ട്. അത് ഞാൻ ആ കുന്ന് കയറിയ സമയത്തും ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല പൂവുണ്ട്, നല്ല ഭംഗിയുണ്ട്. കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ. മിക്കവാറും നല്ല മണ്ണായിരിക്കും. ഇടുക്കിയല്ലേ,
പിന്നെ ആ നമ്മളെ ഇത് കയറിയില്ലേ, ചുരം കയറിയില്ലേ, അപ്പൊ ഞാൻ കുറച്ച് കുരങ്ങന്മാരെ പ്രതീക്ഷിച്ചു, പക്ഷെ ഓരോന്നുമില്ല. എൻ്റെ കുരങ്ങുണ്ടായിരുന്നു, 2 ഞാൻ കണ്ടു. വീഡിയോയിൽ ഉണ്ടാവില്ല, കാരണം നീ അന്നേരം ഉറങ്ങുന്ന സമയത്തായിരുന്നു. പിന്നെ നീ എണീറ്റതിന് ശേഷം പിന്നെ ഉണ്ടല്ലോ കുരങ്ങുണ്ട്, നീ എണീറ്റതിന് ശേഷം കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ. ഒരു ചെറിയ മഴയും കൂടി അയ്യോ എന്തേ പിന്നെ എവിടെയും ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ആ കയറിയ പാറയുടെ മേലൊക്കെ മഴ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ചെറുതോണി എത്തി. ഇതൊക്കെ ഇങ്ങനെ കേട്ട് പരിചയമുള്ളൂ സ്ഥലത്ത്. ഇവിടേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇടുക്കിയിലേക്ക് ഫസ്റ്റ് ടൈം. നമ്മൾ ഇടുക്കിയുടെ നമ്മൾ വന്നിട്ടുണ്ട്, മറ്റേ ആനച്ചാടിക്കുത്ത്. അത് ആ വെള്ളച്ചാട്ടം അവിടെ പോയി നല്ലതാണ്, പക്ഷെ അതും ഇടുക്കി എന്ന് പറയാനില്ലല്ലോ, ഇടുക്കിയുടെ ഒരു പാർട്ടാണെന്നേ ഉള്ളൂ. അങ്ങോട്ട് മുന്നോട്ട് നോക്കിക്കേ, നൈസ് വ്യൂ, അടിപൊളി വ്യൂ, നല്ലൊരു ഇതല്ലേ. വാവ്. എനിക്കൊന്നും ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് റൈറ്റ് സൈഡിലുള്ളത്. ഡാം തുറന്നു കഴിഞ്ഞാൽ ഇതിലായിരിക്കണം വെള്ളം വരുന്നത്. എൻ്റെ ഒരു ഊഹം വെച്ച് പറയുകയാണ്. കാരണം നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ ആ സമയത്തൊക്കെ ഈ ചെറുതോണി എന്നുള്ള വിഷ്വൽസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഡാം തുറന്നു വിട്ടപ്പം ഈ പാലത്തിൻ്റെ മേലെ നിന്ന് വെള്ളം വരുന്നതൊക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. എന്തായാലും 2 മലകൾക്കിടയിൽ നോക്കി കാണുന്നില്ലല്ലോ. ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ക്യാമറയിൽ അത് എത്ര ഇതിൽ കിട്ടുമെന്ന് അറിയില്ല. എന്താ പ്രശ്നം? ഇവിടെ കയറാൻ പറ്റൂല, ആർച്ച് ഡാമാണത്. നമുക്ക് ചെറുതോണി ഡാം പോകാം, അവിടെ കയറാൻ പറ്റുമെന്ന് അവർ പറയുന്നു. പോയോ ആകസ്മികമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് അറിയാം, പക്ഷേ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ പോകുന്ന പോക്കിൽ ഇങ്ങനെ കുറച്ച് കോളേജ് സ്റ്റുഡൻസൊക്കെ ഫുഡ് കഴിക്കുന്നത് കണ്ട്. അപ്പോൾ നോക്കിയ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഡാം കണ്ടു. പിന്നെ പോയി തിരിച്ച് വന്ന് ഗ്രൗണ്ടിൽ ഇറക്കിയതാണ്. കൊള്ളാം, നല്ലൊരു വ്യൂ. ഇവിടെയാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ ക്ലൈമാക്സിൽ ആ ഫൈറ്റൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഈ ഗ്രൗണ്ടിൽ കൊള്ളാം അല്ലേ. അതിൻ്റെ ഇവർ സ്റ്റുഡൻസ് വന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നതാ. 2 വലിയ മലകൾക്കിടയിൽ അങ്ങനൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഴിവാണ്. എത്ര ലിറ്റർ, എത്ര വെള്ളമുണ്ട് ആ ഒരു കോൺക്രീറ്റ് ഡാമിൻ്റെ അപ്പുറത്തും ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരതയും അതിൻ്റെ ഒരു ഭംഗിയും രണ്ടും നമുക്ക് മനസ്സിലാവുക. നല്ല ഒരു എക്സ്പീരിയൻസ്. ഞങ്ങൾ റൂമിലെത്തി ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. ഇനി ഒരു കോഫി കുടിക്കാം, ഒരു ഫിൽറ്റർ കോഫി കുടിക്കാം. ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല, സോ നമ്മൾ കാറിൽ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ഫിൽറ്റർ കോഫി ഉണ്ടാക്കാമെന്ന് കരുതി. നമുക്ക് കോഫിപ്പൊടി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 4 കയറ്റിയിട്ട് ഈ ഒരു ഹോളിലേക്ക് ഇത് പ്രസ് ചെയ്ത് തിരിക്കാം. കഴിഞ്ഞു. ഇനി ഈസി ആയിട്ട് നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി ഗ്യാസ് പതുക്കെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു നോബുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നല്ല പവറുള്ള തീ വരും.
എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 100 ml വെള്ളം മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, ഇത്രയും വെള്ളം മതി, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാലും പഞ്ചസാരയും ഇട്ട് തിളപ്പിക്കാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കോഫി ഒഴിക്കുകയാണ്. കോഫി ഗ്ലാസ്സിലേക്ക് ആവശ്യമുള്ളത് ഒഴിക്കുക. കോഫി റെഡി ആയിട്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കാം. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് നല്ല ചൂടും ഉണ്ടാവും. ഒന്നുകൂടെ കോഫി ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ ഇത് പാത്രം എടുത്തിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. കുടിച്ച് നോക്കാം. അടിപൊളി.